പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 55-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായമാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 11 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ പാഷൻ വീക്കാണ്. അതിൽ 14-ാം അധ്യായത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇതിനോടകം ശ്രദ്ധിച്ചിരുന്നു. ഒന്നാമതായി അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ കർത്താവിനെ കൊല്ലുവാനുള്ള ഒരു ഗൂഢാലോചന നമ്മൾക്കവിടെ കാണുവാൻ കഴിയും. 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ബഥാനിയയിൽ വെച്ച് മറിയ കർത്താവിനെ തൈലം പൂശുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം 10-11 വാക്യങ്ങളിൽ ജൂഡസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായി എതിരാളികളുമായി സഖ്യത കൂടുന്നതായിട്ട് കാണാൻ കഴിയും. ഇന്ന് നമ്മൾ 12 മുതലുള്ള വാക്യങ്ങളാണ് പരിശോധിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു എന്നോടൊപ്പമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. 12 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് കർത്താവ് ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കുവാനായി കടന്നു പോകുന്ന ആ ഒരു രംഗമാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡിൽ ജൂഡസ് ഇങ്ങനെ കർത്താവിനെ തന്ത്രപരമായിട്ട് ഒറ്റിക്കൊടുക്കുവാനായിട്ടുള്ള ആ ഗൂഢാലോചനയാണ് നമ്മൾ ഒരുമിച്ച് കണ്ടത്. വാസ്തവത്തിൽ ഈ ജൂഡസ് ഒരു ഫോൾസ് ഡിസൈപ്പിളിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ കൂടെ നടക്കുന്നു, ടീച്ചിങ്സ് എല്ലാം കേട്ടു, ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിന് ഒരല്പം ശുശ്രൂഷ ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹമാണ് ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ ക്രമീകരണമൊക്കെ അദ്ദേഹമാണ് സൂക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പം ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പെസഹായെ കൂടെ ഒന്ന് കാണേണ്ടത്. അപ്പോൾ ഒരു ഫോൾസ് ഡിസൈപ്പിളും ട്രൂ ഡിസൈപ്പിളും എന്നുള്ള ഒരു വലിയ ദൂത് നമ്മൾക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ ഫലം കായ്ക്കാത്ത കൊമ്പ് വെട്ടിക്കളയുന്നു, ഫലം കായ്ക്കുന്നതിനെ ചെത്തുന്നു. വാസ്തവത്തിൽ അവിടെ ഈ വെട്ടിക്കളയുന്നത് ഈ ജൂഡസിനോടുള്ള ബന്ധത്തിലാണെന്നുള്ളത് ഒരു ബൈബിൾ സ്കോളേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ആ ടീച്ചിങ്സ് ഒക്കെയും ഈ ലാസ്റ്റ് സപ്പറിനോടുള്ള ബന്ധത്തിൽ എടുക്കുന്നതുമാണല്ലോ. അപ്പൊ ജൂഡസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ? കാരണം ഒരു വലിയ മുന്നറിയിപ്പാണ് വിശ്വാസ സമൂഹത്തിലുള്ള നമുക്കെല്ലാവർക്കും. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു, വചനം പഠിക്കുന്നു, ശുശ്രൂഷയുണ്ട്, എന്നാൽ അവസാനത്തോളം വിശ്വസ്തയോടെ നിൽക്കണമെന്നുള്ളതിൻ്റെ ഒരു വലിയ മുന്നറിയിപ്പ് അവിടെയുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിൽ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കുന്നു. അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അവസാനമായിട്ട് ആ പെസഹ ആചരിക്കുന്നത് ക്ലോസ് ചെയ്യുന്നതും അവിടെ കർത്തൃമേശയുടെ ശുശ്രൂഷകളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൂടെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച് ഞാൻ അതിനാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറഞ്ഞത്. കാരണം ഇവിടെ കർത്താവ് 12 മുതലുള്ള വാക്യങ്ങളിൽ എന്താ ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങ് വളരെ അത് സീക്രസിയിലാണ് കർത്താവ് പറയുന്നത്. കർത്താവിനും പിന്നീട് 2 ശിഷ്യന്മാർക്ക് ഒഴികെ ബാക്കി ആർക്കും അറിയാൻ കഴിയാത്ത നിലയിലാണ് ആ ലൊക്കേഷൻ പറയുന്നത്. അപ്പം അത്
ഈ 10 മുതൽ ഉള്ള വാക്യങ്ങളിൽ ജൂഡസ് കൂട്ടത്തിലുണ്ട്. കർത്താവിനറിയാം ഇവന്റെ മനപ്ലാൻ എന്താണെന്ന്. സമയത്തിന് മുൻപ് ഈ ഒറ്റിക്കൊടുക്കുന്ന ആ പ്രോസസ്സ് ട്രിഗർ ചെയ്യാതിരിക്കാനായിരിക്കുമല്ലോ. അതിനാണ് ഞാൻ അതുകൂടെ ചേർത്ത് പറയുന്നത്. ദൈവദാസനെ കുറിച്ച് ഒന്ന് പറയണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് മർക്കോസ് സുവിശേഷം എഴുതി വരുമ്പോൾ യൂദസിന്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് പെസഹയുടെ കാര്യം ഇവിടെ വരുന്നത് എന്നതുകൊണ്ട് അതുമായിട്ട് അത് ലിങ്ക് ചെയ്ത് ചിന്തിക്കുന്നതിനകത്ത് തെറ്റില്ല. എന്നാൽ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഈ യൂദാസിന് ദൈവം അവസാനം വരെയും സമയം കൊടുത്തു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതെ അതെ. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് അവൻ താൻ സ്നേഹിച്ചവരെ അവസാനത്തോളം സ്നേഹിച്ചു, ഏറ്റവും ഒടുവിൽ വരെ സ്നേഹിച്ചു. അതെ. അപ്പൊ അങ്ങനെ ഈ പെസഹയുടെ സമയത്ത് പോലും ശരിക്കും യൂദാസിന് മടങ്ങി വരാനുള്ള സാധ്യത ഒത്തിരി ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അവന് മടങ്ങി വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. മറ്റ് ശിഷ്യന്മാരൊക്കെ തള്ളി പറഞ്ഞു അല്ലെങ്കിൽ ഇട്ടിട്ട് പോയി എന്നുള്ള പറയുന്നതൊക്കെ ശരിയാണെങ്കിലും അവരാരും യേശുവിനെ ഒറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അവരാരും അത് മനഃപൂർവ്വമായിട്ട് ചെയ്തില്ല. അവരുടെ പിന്നിൽ യാതൊരു രീതിയിലുള്ള ലക്ഷ്യങ്ങളും ഇല്ലായിരുന്നു. അവര് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അങ്ങനെ ഓടിപ്പോയി, അല്ലെങ്കിൽ പത്രോസ് തള്ളിപ്പറഞ്ഞു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും യൂദാ ചെയ്തതുപോലെയുള്ള ഒരു മനഃപൂർവമായ ഒരു ഒറ്റിക്കൊടുക്കൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ശരിക്കും വേറെ ആരും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ബലഹീനത കൊണ്ട് പ്രതിസന്ധിയിൽ തകർന്നു പോകുന്നതായ അല്ലെങ്കിൽ കർത്താവുമായുള്ള ബന്ധത്തിന് കോട്ടം തട്ടുന്നതായ ചില ആളുകൾ ഉണ്ടാകാം. എന്നാൽ അതേസമയം മനഃപൂർവ്വമായിട്ട് പണം വാങ്ങിച്ചൊറ്റി കൊടുക്കുന്നതായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി. എന്താണെങ്കിലും അവൻ സ്വാർത്ഥ ലാഭം വെച്ചുകൊണ്ടാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതെ, തന്നെയല്ല ബാർഗെയിൻ ചെയ്ത് കണക്ക് കൂട്ടി തന്നെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയായിരുന്നു. അതെ അതെ. പത്രോസിന്റെ ഒക്കെ കാര്യം എന്ന് പറയുന്ന ആ ഡിനായല് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നുണ്ടായ സ്ട്രെസ്സിൽ നിന്ന് ഒരു ഭീഷണിയുടെ മുഖത്താണ് ആ രംഗം. അങ്ങനെ താന് കർത്താവിനെ തള്ളിപ്പറയുകയും അതിനുശേഷം കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അനുതാപത്തോടെ മടങ്ങി വരികയും ചെയ്യുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. ജൂഡസിന് ചാൻസുകൾ ഒത്തിരി കിട്ടിയിട്ടും അനുതാപത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവം നമ്മൾ കാണുന്നില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ യൂദാസ് വരുമ്പോൾ ഏറ്റവും ഒടുവിലും യേശു അവനെ വിളിക്കുന്നത് സ്നേഹിത, നീ വന്ന കാര്യം എന്തായി എന്നാണ്. അതെ. അപ്പോൾ അത് യേശു വിളിച്ചത് പൂർണ്ണമായും യേശുവിൻ്റെ മനസ്സിൽ നിന്ന് വിളിച്ചതാണെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കളിയാക്കി വിളിച്ചൊന്നുമല്ല. എന്താ നീ സ്നേഹിതനാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റിക്കൊടുക്കുകയാണല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞല്ല. ഏറ്റവും ഒടുവിൽ പോലും, അതായത് അവന് മടങ്ങി വരുവാനുള്ള സാധ്യത അവൻ ഒറ്റിക്കൊടുത്തതിന് ശേഷം പോലും ദൈവം അവന് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അത് കേട്ടിട്ട് പോലും ഇതെല്ലാം തിരസ്കരിച്ചു. അപ്പൊ ഇതാണ് ഒരു യഥാർത്ഥ ശിഷ്യനും ഫോൾസ് ഡിസൈപ്പിളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മനഃപൂർവമായ തിരസ്കരണം എന്നുള്ളതാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനഃപൂർവമായി കണക്ക് കൂട്ടി തന്നെ കർത്താവിനെ എന്നേക്കുമായി തിരസ്കരിക്കുക. ഡയറക്ഷൻ തന്നെ നമ്മൾ മാറ്റുക. സുബോധത്തിൽ യേശുവിനെ ഇനിയും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരിക. അങ്ങനെ ഇന്നും ആളുകൾ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലര് ചെയ്യുന്നതായിട്ട് കേൾക്കാറുണ്ട്. അത് ഏറ്റവും വലിയ ട്രാജഡിയാണ് എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ
എന്നേക്കുമായി റിജക്റ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മളെ ലൈഫ് സോഴ്സിൽ നിന്ന് കട്ട് ഓഫ് ആകുകയാണ്. ജൂഡസിന്റെ ട്രാജഡിയെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെ അതെ. ഇറ്റേണൽ ഡാമിനേഷനാണ് 30 വെള്ളിക്കാശിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത് വലിയ മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിനെ തുടർന്നാണ് 12 മുതലുള്ള വാക്യങ്ങളിൽ പെസ ആചരിക്കാനായിട്ട് കർത്താവ് ശിഷ്യന്മാരുമൊത്ത് കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. അവര് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവിൻ്റെ ഈ റെസ്പോൺസ് കാണുന്നത്. അത് ഒരു ഹിഡനായിട്ടാണ് കർത്താവ് പറയുന്നത്. അവിടെ പറയുന്നത് തന്നെ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചെന്ന, അല്ലാതെ എല്ലാവരെയും കൂടെ പറഞ്ഞു വിടുകയല്ല. അതെ, ആ 2 പേര് ആരാണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22:8 പീറ്റർ ആൻഡ് ജോൺ ആണെന്ന് അവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ രഹസ്യമായിട്ട് കർത്താവ് ഇത് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഞാൻ ആമുഖമായി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം ഒരു ഡിവൈൻ ടൈം ടേബിളിലാണല്ലോ നടക്കുന്നത്. കർത്താവ് അതിനെക്കുറിച്ച് വളരെ ബോധവാനാണ്. അപ്പൊ അതിനു മുൻപ് ജൂഡസിന്റെ ഈ ബിട്രയൽ പ്രോസസ്സ് ട്രിഗർ ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം കർത്താവ് പോകുന്ന ആ ലൊക്കേഷൻ കർത്താവ് സീക്രട്ടായിട്ട് വെച്ചു എന്ന് വേണം ന്യായമായിട്ട് നമ്മൾ കരുതാൻ. എന്നിട്ട് വളരെ നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു പ്രീ അറേഞ്ച്ഡ് കാര്യമായിട്ടാകാനാണ് സാധ്യത. അങ്ങനെ ഒരു കാര്യം കർത്താവ് അറേഞ്ച് ചെയ്തിരുന്നു, പോസിബിളി സൂപ്പർ നാച്ചുറലി അല്ലെങ്കിൽ അല്ലാതെ. എന്നിട്ട് അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ. ഗുരു ചോദിക്കുന്നു എന്ന് പറയുന്നൊക്കെ പറയുമ്പോൾ ഈ വീട്ടുടമസ്ഥന് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഇങ്ങനെ ഇതൊരു സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് പ്രീ അറേഞ്ച്ഡ് ആണെന്ന് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് എന്നെ സ്പർശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊതുവിൽ അറിയപ്പെടാത്ത കർത്താവിന് ഒരുപാട് രഹസ്യ ഫ്രണ്ട്സും ശിഷ്യന്മാരും ഉണ്ടായി. അത് എൻ്റെ ഹൃദയത്തെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ പ്രാരംഭത്തിൽ ചിന്തിച്ചതാണ്. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരുശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫഗയിലും ബെഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും, അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. വെറുതെ മാർക്ക് ക്ലിയർ ആക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സാധാരണ ലേഡീസാണ് കുടമൊക്കെ ആയിട്ട് പോകേണ്ടത്. ഇതൊരു മനുഷ്യൻ, ഒരു പുരുഷൻ അങ്ങനെ പോകുന്നു, അവൻ്റെ പിന്നാലെ ചെല്ലുക. അപ്പൊ അവനൊരു വീട്ടിൽ പ്രവേശിക്കും. വീട്ടുടമസ്ഥനോട് പറയണം, ഗുരുവിന് ഇത് ആവശ്യമാണ്. രഹസ്യമായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ അന്നുണ്ടായിരുന്നു. അവരെയും മറക്കാതെ, അവരുടെ പേര് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും
അവരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇന്നും ഇതുപോലെ ആളുകൾ ഉണ്ട്. ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സുവിശേഷീകരണത്തിലായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക സഹായങ്ങൾ തന്നായിരിക്കാം. ഈ തരുണത്തിൽ ഭാരതത്തിൽ തന്നെ വടക്കൻ മേഖലകളിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന എത്രയോ കർത്തൃദാസിദാസന്മാരെ ആരും അറിയുന്നില്ല. പക്ഷേ വളരെ കീ ഫിഗേഴ്സായിട്ട് ദൈവം അവരെ ഉപയോഗിക്കുന്നു. പെസഹായിൽ ദിസ് ഇസ് ദ ലാസ്റ്റ് പാസ് ഓവർ. അതിനും ജീസസ് നീഡഡ് ദീസ് സീക്രട്ട് ഫ്രണ്ട്സ് എന്നുള്ളത് രഹസ്യത്തിൽ പരസ്യമായി നിങ്ങൾ വെളിപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ ആ ശുശ്രൂഷകൾ എത്ര വിലപ്പെട്ടതാണ് എന്ന കാര്യം സൂചിപ്പിക്കുവാൻ വേണ്ടി ആ വിഷയം എടുത്ത് ഞാൻ പറയുകയാണ്. ആരും അറിയുന്നില്ല, ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ ചിന്തകളൊക്കെ വരാം. ഡസന്റ് മാറ്റർ. കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. ചിലര് പരസ്യമായിട്ടുണ്ട്, ശിഷ്യന്മാരുടെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പരസ്യമായിട്ട് അവർ വെളിപ്പെട്ടു, അവരുടെ പേരുകളൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ രഹസ്യത്തിൽ ഈ വിരിച്ചൊരുക്കിയ ഈ മാളിക ഒരുക്കിയ ആളിനെ നോബഡി നോസ്. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് എന്ന് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് നമ്മൾ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് നമ്മൾക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിഞ്ഞത്. സാജി ബ്രദർ, അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ എനിക്കൊന്ന് കൂട്ടി ചേർക്കാനുണ്ട്. നമ്മൾക്ക് ജോൺസ് ഗോസ്പലിലൊക്കെ അത് വളരെ തെളിച്ച് കാണാൻ കഴിയും. കർത്താവിന് അറിയാം ഈ ജെറുസലേമിൽ വന്ന് എന്തിനാണെന്ന്. ഹി ഈസ് ഗോയിങ് ടു ഡൈ. പക്ഷേ ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. ജൂഡസ് ഒരിടത്ത് പ്ലാനിങ് നടത്തുന്നു. ജീസസ് എവിടെയാണ് പെസഹ ആചരിക്കേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം നടത്തുമ്പോഴും ജീസസ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ. വെളിയിൽ നിന്ന് ഒരാൾ നോക്കിയാൽ എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിലൂടെ പഠിക്കുമ്പോൾ അവർ ലോർഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറി അവർ ആൻഡ് മിനിറ്റ് ഓഫ് ദ സിറ്റുവേഷൻ. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സജു ബ്രദറെ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണുന്നതും അതാണ്. കർത്താവ് ഈ പെസഹ ഒരുക്കുന്നത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ശിഷ്യന്മാർ അവിടെ ചെന്ന് തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. ഏതാ കർത്താവ് പറഞ്ഞതുപോലെ 2 പേര് ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ, 2 പേരില്ല, ഒരു മനുഷ്യൻ വരുന്നത് കാണുമെന്ന് പറഞ്ഞാൽ അത് അവർ കണ്ടു. അതിനുശേഷം വീട്ടുടയവനെ കണ്ടു. എക്സാക്ട്ലി. കാരണം 16-ാം വാക്യത്തിൽ ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്നു, അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി. എക്സാക്ട്ലി എല്ലാം. അപ്പൊ ഇതെല്ലാം അടുക്കിന് നടക്കുക. അതെ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ ശിഷ്യന്മാരുമായിട്ട് മാത്രമല്ല കർത്താവിന്റെ കോണ്ടാക്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കും. അല്ലെങ്കിൽ കൂടെ നടക്കുന്ന 12 പേരുമായിട്ട് മാത്രമല്ല, അല്ലാത്ത ആളുകളുമായിട്ടും കർത്താവിന്റെ കോണ്ടാക്ട് ഉണ്ട്. ഇന്നും അറിയപ്പെടുന്ന ആളുകളുമായിട്ട് മാത്രമല്ല പലപ്പോഴും കർത്താവിന് കോണ്ടാക്ട് ഉള്ളത്. കർത്താവ് എല്ലാവരെയും ഒരുപോലെ കരുതുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ അവരെ പുറപ്പെട്ട ശിഷ്യന്മാർ അവിടെ പെസഹ ഒരുക്കി എന്നാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ 17-ാമത്തെ വാക്യത്തിലേക്ക്, സന്ധ്യയായപ്പോൾ അവൻ 12 കൂടെ വന്നു. അതിനകത്ത് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നേരത്തെ 2 പേരെ അയച്ചില്ലയോ, ഇതന്നെ 12 കൂടെ. ആക്ച്വലി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ജനറൽ റെഫറൻസ് ടു ദി അപ്പോസ്റ്റൽസ് ആയിട്ട് നമ്മൾ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അവത്തെ കയറി പിടിച്ച് നമ്മുടെ ആത്മീയതയൊന്നും പോകേണ്ട കാര്യമില്ല. 2 പേരെ നേരത്തെ അയച്ചു, 10 പേരുമായിട്ട് ചെന്നു. പിന്നെ ഒരുമിച്ച് ഉള്ള സംബോധനയാണ് അവിടെ. 12 കൂടെയാണ് പെസഹ കഴിക്കുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമേ അത് നമ്മൾ എടുക്കേണ്ടതുള്ളൂ, അല്ലാതെ വന്നു എന്നുള്ളതിനേക്കാൾ ഉപരി. അതെ. ആ നിലയിലാണ് കാണുന്നത്. 18-ാം വാക്യം, അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഷോക്കിംഗ്. അപ്പൊ ഇവിടെയെല്ലാം ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീസസ് ഇസ് ഇൻ കൺട്രോൾ. അതെ. അറേഞ്ചിങ്
ഈ 12 പേരുടെ ഉള്ളിൽ എന്താണ് അതിൽ കാണിച്ചു കൊടുക്കാൻ പോകുന്നയാള് കംപ്ലീറ്റ് കൺട്രോളിലാണ്. ഈ ആ ഒരു ഒറ്റ കാര്യം നമ്മുടെ ഉള്ളത്തെ ഇന്നൊന്ന് ഹിറ്റ് ചെയ്താൽ, വ്യക്തിപരമായി നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ജീസസ് ഈസ് ഇൻ കൺട്രോൾ. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയും എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. നിങ്ങൾ മാനുഷികമായിട്ട് നോക്കിയാൽ എവറിത്തിങ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. കർത്താവ് ഇവിടെ കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. പക്ഷെ നോക്കിയേ, ഹി ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. ആൻഡ് ഐ ബിലീവ് സാജു ബ്രദറെ, ജീസസ് നോസ് ഹിസ് ഹെവൻലി ഫാദർ. ഫാദറിന്റെ കൺട്രോളിലല്ലാതെ, ആ ടൈമിലല്ലാതെ നത്തിങ് ക്യാൻ ഹാപ്പൻ. ഇത് ഇന്ന് നമ്മെ ധൈര്യപ്പെടുത്തണം പ്രിയമുള്ളവരെ. എന്നിട്ട് പന്തിയിൽ ഇരിക്കുമ്പോൾ അവിടെ അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ എന്ന ഈ നമ്മള് ഇപ്പൊ ഞങ്ങൾ ഒരു ടേബിളിന്റെ അടുക്കൽ ഇരിക്കുക, ഇതുപോലൊരു ടേബിൾ അല്ല. ഈ നമ്മൾ സാധാരണ അന്ത്യ അത്താഴത്തിന് കർത്താവ് ഇരിക്കുമ്പോൾ ഒരു ഫേമസ് പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിങ് നല്ലതാണ്, പക്ഷേ ഒരു ഫോൾസ് പിക്ചറായിട്ട് അത് തരുന്നത്. കാരണം അവിടെ ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരുന്ന്, അങ്ങനെയല്ല. ഇത് വാസ്തവത്തിൽ ഒരു യു ഷേപ്പിലുള്ള ലോ ടേബിൾസിൽ, ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു വാക്കാണ് റിക്ലൈൻ ചെയ്യുക എന്ന് പറയും. അവരാ ഭക്ഷണത്തിന് ഇങ്ങനെ ആ യു ടേബിളിൽ ഇരിക്കുമ്പോൾ ഇടത്തെ കൈകൊണ്ട് ചാരി വലത്തെ കൈകൊണ്ട് ഭക്ഷണം അവര് കഴിക്കുമ്പോൾ അവരുടെ കാലുകൾ പുറകിലേക്കാണ് ഇടുന്നത്. അതാണ് അവരുടെ ഭക്ഷണത്തിന്റെ പോസ്ചർ. അതാണ് ഇവിടെ അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. 3 പ്രാവശ്യം നമ്മൾ ഈ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ 8-ാം അധ്യായം 10-ാം അധ്യായം ഇവിടെയൊക്കെ കർത്താവ് ആവർത്തിച്ച് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ കർത്താവ് പ്രിഡിക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെയാണ് കർത്താവ് അത് ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് എന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ എല്ലാവരുടെയും ഹൃദയം കർത്താവിന് അറിയായിരുന്നു. യോഹന്നാൻ 2:24 നമുക്കത് കാണാൻ കഴിയും. അതുപോലെ യോഹന്നാൻ 6:70 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് തന്നെ ജൂഡസ് നിങ്ങളിൽ ഒരുവൻ ഡെവിൾ ആണെന്ന് വരെ കർത്താവ് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ദൈവദാസന് ഒന്ന് പറയണം. കർത്താവ് അവരെ ഷോക്ക് ചെയ്ത് കാണും ഇത്. തീർച്ചയായിട്ടും ഇവിടെ അവിടെ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ. അപ്പൊ യൂദാസും ഈ ഭക്ഷണത്തിനകത്തുണ്ട്. അത് ഭക്ഷണത്തിനകത്തുണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും പെസഹ ഭക്ഷിക്കാൻ അവനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, കർത്തൃമേശ സമയത്തിന് മുൻപ് അവൻ പോയി. അപ്പോൾ ഈ പെസഹ ഭക്ഷിക്കാൻ, അതായത് ഈ പെസഹ എന്ന് പറയുന്നത് പഴയ നിയമ ഉടമ്പടിയുടെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ അന്ന് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതായത് അന്ന് അവർ പെസഹ കഴിക്കുമ്പോൾ കുഞ്ഞാടിനെ അറുത്താണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അത് ആണ് അതിൻ്റെ ഒന്നാമത്തെ, അല്ലെങ്കിൽ അതിനെയാണ് അവർ ശരിക്കും ഓർക്കുന്നത്. ആ ഒരു നിയമത്തെ, അതാണ് പഴയ നിയമം എന്ന് പറയുമ്പോൾ. വീണ്ടെടുപ്പിന്, അതായത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്തപ്പോൾ അവിടെ രക്തം ചൊരിഞ്ഞ് നേടിയതായ ഒരു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിന്റെ അടയാളമായിട്ടാണ് നമ്മൾ പെസഹ കഴിക്കുന്നത്. അപ്പൊ ഇത് പഴയ ഉടമ്പടിയാണ്, അതായത് ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ്. അങ്ങനെ ഇസ്രായേലിനോടുള്ള ഉടമ്പടിയുടെ അവസാനത്തെ, അതായത് ആ ഉടമ്പടിയുടെ അവസാനത്തെ പെസഹയാണിത്. ഇതിന് ശേഷം കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഭക്ഷണം പെസഹ കഴിക്കയില്ല എന്നുള്ളത് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഭക്ഷിക്കുന്ന സമയത്ത് കർത്താവ് തീർച്ചയായിട്ടും ഉള്ളം കലങ്ങി പറയാണ്,
എന്നോട് കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തി എന്നെ കാണിച്ചു കൊടുക്കും. അതാരാണെന്ന് പരസ്യമായിട്ട് പറയുന്നോന്ന് ചോദിച്ചു. അവർ ദുഃഖിച്ചു. അവർ ഓരോരുത്തൻ ഞാനോ. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആ കർത്താവ് ഇത് വെളിപ്പെടുത്തുന്നു. ആ. ബാക്കി 11 പേർക്കും അവർക്ക് ജൂഡസിനെ ഒരു സസ്പിഷനും ഇല്ല. അപ്പൊ ഇവൻ വീഴന്തരനാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു ഐഡിയയും കിട്ടത്തില്ല സംഭവം ആരാണ്. ഓരോ സമയങ്ങളിലാണ് വാസ്തവത്തിൽ അത് വെളിപ്പെട്ട് വരുന്നത്. ഇവിടെ കർത്താവ് നോക്കിയ, കർത്താവിന് ആദ്യം മുതൽ അത് അറിയാം. 6-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് അത് വെളിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ഒരുവൻ പിശാചാണെന്ന്. അതെ. ഇവിടെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. എന്നാൽ ബാക്കി 11 പേർക്ക് ഒരു സംശയവും ഇല്ല. 19-ാം വാക്യം പറയുന്നത്, അവർ ദുഃഖിച്ചു, ഓരോരുത്തൻ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അപ്പൊ ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം, മത്തായിയിൽ നമ്മൾ വായിക്കുന്നത്, യൂദസും ചോദിച്ചു ഞാനാണോ. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 22-ാം വാക്യത്തിലും 25 നമുക്ക് വായിക്കണം. 22-ൽ ഒരു പ്രയോഗമുണ്ട്, അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചെന്ന്. എന്നിട്ട് 25-ലെ എന്നറിയ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ, ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ചോദിക്കണമെങ്കിൽ പിന്നെയും ഈ ക്യാരക്ടർ ഓഫ് ജൂഡസ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ വീണാൽ, ഹിപ്പോക്രിറ്റ് ആയാൽ എത്രത്തോളം അധപ്പതിക്കാമെന്നുള്ളത്. അപ്പൊ ഇവൻ യേശുവിനെ കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ്? ദാറ്റ് ജീസസ് ഡസന്റ് നോ ഹിം. അപ്പൊ ഇവൻ യേശുവിനെ ആരായിട്ടാണ് ചിന്തിക്കുന്നത്? ഞാനാണോ എന്ന് കാപട്യത്തിൽ കർത്താവിനോട് ചോദിക്കുക. കർത്താവ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ, യു റൈറ്റ്, ഇറ്റ്സ് യു. മറ്റുള്ള ആളുകൾ ആ സമയത്ത് അതൊരു പക്ഷെങ്കിൽ തിരിച്ചറിഞ്ഞു കാണുകയില്ല എന്നതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഇവിടെ കർത്താവ് പറയുന്നു, എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ. അതെ. അപ്പൊ അത്രയ്ക്കും അടുത്താണ് യൂദാസ് ഇരിക്കുന്നതും എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലാണ്. എന്നിട്ട് അങ്ങനെ ആ കറക്റ്റായിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് കർത്താവ് അവിടെ പറയുകയാണ്, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം, ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. ഇത് 21-ാം വാക്യത്തിൽ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ, കാര്യം ഇങ്ങനെ സംഭവിക്കും, പക്ഷെ ഇറ്റ് ഈസ് ഫുൾഫില്ലിങ് സ്ക്രിപ്ചർ. അതായത് ധാരാളം അത് സംബന്ധിച്ചുള്ള സ്ക്രിപ്ചേഴ്സ് ഉണ്ട്. അതിപ്പോ സമയ ചുരുക്കത്താൽ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് അതിപ്പോ പറയുന്നില്ല. എന്നിട്ട് പറയുന്ന, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. Whatever is going to happen to Jesus, it will happen according to scripture. പക്ഷേ ഇതിന് മുഖാന്തരമായ ആളിന് അയ്യോ കഷ്ടം, വോ എന്ന് പറയുന്ന ഒരു വളരെ കട്ടിയായിട്ടുള്ള ഒരു വാക്കാണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവസാനം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ഡിവൈൻ സോവർണിറ്റിയും ആ ഹ്യൂമൻ ഫ്രീഡവും തമ്മിലുള്ള ഒരു ടെൻഷനൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൂടെ ഒന്ന് ചൂണ്ടി കാണിക്കുകയാണ്. അപ്പൊ ജൂഡസിനെ സംബന്ധിച്ചോളം he is responsible for whatever he did. Yes, of course. അതിന് താൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതായത് അവൻ ഒരു ഇരയൊന്നുമല്ല. ദൈവത്തിന്റെ ഫോർനോളജിൽ ഇന്നയാള് ചെയ്യുമെന്നുള്ളത് അറിയാം. പക്ഷെ ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കല്ല. അല്ല, ചിലർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലർ പറയാറുണ്ടല്ലോ, യൂദായെ നമ്മൾ അങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ? യൂദ ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ യേശുവിനെ ക്രൂശിക്കാൻ പറ്റുമായിരുന്നോ? അങ്ങനെയില്ല. യൂദ ഒറ്റിക്കൊടുക്കുന്നത് ദൈവം നേരത്തെ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ദൈവം അവനോട് അതിനുവേണ്ടി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു ചിന്ത, അതായത് ഇങ്ങനെ നശിക്കാനായിട്ട് ദൈവം യൂദായെ ഉണ്ടാക്കി എന്ന് പറയുന്ന ചിന്ത ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ദൈവം ഹി ചോസ് ഇറ്റ്. ദൈവം അങ്ങനെ ഒരാളെയും നശിക്കാനായിട്ടോ അല്ലെങ്കിൽ കുറ്റം ചെയ്യാനായിട്ടോ യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ടോ സൃഷ്ടിച്ചിട്ടില്ല. ഇന്നും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്, ദൈവം എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവനെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്.
അവനെ അതിനുവേണ്ടിയാ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ഒരിക്കലുമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്നൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളാ ചൂസ് ചെയ്യുന്നത്. അതെ, അത് ദൈവത്തിന്റെ ഫോർ നോളജിൽ ദൈവത്തിന് അറിയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ദൈവമാണ് ഇത് ചെയ്യിക്കുന്നത് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാനായിട്ട് പാടില്ല. എന്നിട്ട് ആ വാക്ക്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ കൊള്ളാം. അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് കർത്താവിനെ റിജക്റ്റ് ചെയ്യുന്ന എല്ലാവരും. ഞാൻ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തു വലിയ വിളിയായിരുന്നു ഈ ജൂഡസിന്റെ. ഒരു അപ്പോസ്തലനായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്. അവനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. ഇതൊരു വലിയ വാണിംഗ് ആയിട്ട് നമുക്ക് നിൽക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ